അത് ഗ്യാസിൻ്റെ വില ഗ്യാസ് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ. ഗ്യാസിൻ്റെ വില ഗ്യാസ് വാങ്ങിക്കുന്നവർക്ക് അറിയാം, വീട്ടമ്മമാർക്ക് അറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇനി അവർ വോട്ട് ചെയ്യുള്ളൂ. ഏതായാലും ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് പിണറായിനെ ഒന്ന് സ്വർണവും വെള്ളിയൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ അന്തർധാര, അതായത് വല്ലാതെ കളിക്കേണ്ട, സ്വർണം കയ്യിലുണ്ട് എന്നാണ് മോഡി പറയുന്നത്. അതുകൊണ്ടാണ് പിണറായി നരേന്ദ്രമോദി എന്ന് തയ്ച്ച് പറയാറില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങളെയൊക്കെ സസ്പെൻഡ് ചെയ്ത പോലും അതിനെക്കുറിച്ച് പോലും അഭിപ്രായം പറയാൻ. എന്തെങ്കിലും കേന്ദ്രത്തിനെതിരെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഉടനെ സ്വർണം എന്ന് പറയുമ്പോൾ എല്ലാ പരാതി ഞങ്ങളുടെ മെക്കെട്ടേക്കാണ്. മോഡി തരാത്തതിലല്ല, കേരളത്തിലെ MP-മാർ ചോദിക്കാത്തതുകൊണ്ടാണ് കിട്ടാത്തതെന്നാണ്. ഞങ്ങൾ ചോദിക്കാഞ്ഞിട്ടല്ല, ചോദിക്കാൻ പറയും, ഇവിടെ ചോദിക്കാൻ പറയും, ഇവിടെ ചോദിക്കുമ്പോൾ അവിടെ ചോദിക്കാം. അതാണ് ഇന്ത്യയുടെ ഇന്നത്തെ മൊത്തത്തിലുള്ള അവസ്ഥ. ഇല്ല, താല്പര്യമില്ല. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, അല്ലാതെ എനിക്ക് എൻ്റെ താല്പര്യം മത്സരരംഗത്തൊക്കെ ഒന്ന് മാറണം എന്നാണ്. പക്ഷെ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. മൊത്തത്തിൽ അങ്ങനെയാണ് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് ഒരു ജനകീയ വിഷയങ്ങളൊക്കെ ഉയർത്തിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകും. ഇപ്പോൾ ഈ ഇലക്ഷൻ അടുത്തൊരു സാഹചര്യം അല്ല. ഇപ്പം ഞങ്ങളുടെ ഇതുണ്ടല്ലോ, ജാഥയുണ്ടല്ലോ, അതിൽ കേന്ദ്രത്തിൻ്റെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇനിയായിരിക്കും ജാഥ. ഒപ്പം കേരളത്തിലെ കാര്യവും പറയും. ഈ പോലീസ് അസോസിയേഷന്റെ ഗ്രൂപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അധിക്ഷേപിച്ചുകൊണ്ടൊരു വിഷയം ഉണ്ടാവുകയും രാഹുൽ മാങ്കൂട്ടം അതിൽ കേസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയാം, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ നടപടികളും പിണറായിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ്. കേരള പോലീസിനെ ആർക്കും വിശ്വാസമില്ലാത്തതിൻ്റെ കാരണം അതാണ്. അത് പിണറായിൻ്റെ ഒരു പോഷക സംഘടനയാണ് കേരള പോലീസ്. അതുകൊണ്ട് കേരള പോലീസിൽ നിന്ന് ഇനിയും പലതും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, പിണറായി തമ്പുരാൻ എന്നും നാട് വാഴില്ല എന്ന് പോലീസുകാരും മനസ്സിലാക്കുന്നതല്ല.